ഹലോ, എല്ലാവർക്കും ഒരു ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ മലമ്പുഴ ട്രിപ്പ് പോകുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് ഈ ഒരു ടോപ്പും ബ്ലാക്ക് പാൻറ്റും ആണ്. ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് എടുത്താണ്. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ചെയ്തത് നമ്മുടെ ചുണ്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടൊരു ലിപ് ബാം ഇടുകയാണ്. നമ്മളിത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ബാം ആണ് കേട്ടോ. പിന്നെ ഞാൻ ഡെർമയുടെ മോയ്സ്ചറൈസറാണ് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നത്. അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. നമ്മുടെ ഫേസ് എപ്പോഴും നല്ല വെറ്റായിട്ട് അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ അത് ഞാനത് നന്നായിട്ടൊന്ന് പരട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഡെർമയുടെ സൺസ്ക്രീനാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഞാൻ ലോങ് പോകുമ്പോൾ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് റിക്വലിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ റിക്വലിൻ്റെ ഉണ്ട് ഇപ്പോൾ തേക്കുന്നത്. 3 ഫിംഗറിലെടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വാരിപ്പൊത്തുന്നുണ്ട്. നല്ല വെയിലുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സൺസ്ക്രീൻ നമ്മൾ ഇട്ടാൽ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിൽ തന്നെ ഇരിക്കും കേട്ടോ. അത് നല്ല സൺസ്ക്രീൻ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം, നല്ല അടിപൊളിയായിട്ടില്ലേ. അതിനുശേഷം ഇതൊന്ന് ആ ഒരു എണ്ണമയവും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാനായിട്ട് ഞാൻ ഒന്ന് ഡ്രൈ ആവാനായിട്ട് എന്ത് ചെയ്തു, ഞാൻ ഒരു എൻചാൻറ്ററിൻ്റെ പൗഡറും കൂടി ഇട്ടുന്നുണ്ട് കേട്ടോ. പൗഡർ ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. പിന്നെ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അതിൻ്റെ മേലെ ഞാൻ വേറൊരു ലിപ്സ്റ്റിക്കും കൂടി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഈ വീഡിയോയിലില്ല. ലിപ്സ്റ്റിക്കിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിലൊക്കെ വാരി തേക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കണ്ണിൻ്റെ മുകളിൽ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഐലൈനർ എഴുതിയാൽ നല്ല രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് തുമ്പിമോൾ വന്ന് കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഐലൈനർ ഫോണിൽ നോക്കി എഴുതാൻ പറ്റാത്തതുകൊണ്ട് കണ്ണാടി നോക്കി എഴുതിയതിന് ശേഷം പിന്നെ ഞാൻ എന്നിട്ട് ഐടെക്സിൻ്റെ പൊട്ടും കൂടെ കുത്തുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ അവിടെ തന്നെ അങ്ങനെ ഇരുന്നോളും, എങ്ങനെ പോയാലും പോകില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്റ്റഡായിരുന്നു കേട്ടോ. AD സ്റ്റോണിൻ്റെ സ്റ്റഡായിരുന്നു. അതിനുശേഷം ഞാൻ വാച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ മറ്റേ കയ്യിലൊരു ബാങ്കിൾ കുട്ടത്തൊരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ട് കയ്യിലായിട്ട് ഇട്ടപ്പോൾ എനിക്ക് എന്തൊരു അപാകത തോന്നിയുകൊണ്ട് രണ്ടും ഒരുമിച്ചായിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ അതല്ലേ ഫാഷൻ. നയൻതാരയുടെ കയ്യിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ മുടിയൊക്കെ അയച്ചിട്ടുള്ളൊരു ഭാവപ്രകടനങ്ങളാണ്. പിന്നെ മുടി എങ്ങനെ കെട്ടണമെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ടായിരുന്നു. കാരണം നമ്മൾ ടൂർ പോകുമ്പോൾ എല്ലാം കൂടെ വാരി കെട്ടി ഒതുക്കി കെട്ടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മുടി ആകെ പൊട്ടിപ്പോവും. അപ്പോൾ എല്ലാം കൂടെ വാരി കെട്ടിയിട്ട് ഒരു ഹെയർ ബാൻഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് വെക്കാനായിട്ട് ചെയ്യുന്നത്. നമ്മൾ ക്രാബ് ഉപയോഗിച്ച് കെട്ടുന്നതിന് പകരം ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് ഉപയോഗിച്ചിട്ട് കെട്ടുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നോളൂ. അങ്ങനെ എൻ്റെ മുടികെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇനി എൻ്റെ ഫട്ടി ഷോ ആണ് കേട്ടോ. മുഴുവനും തിരിഞ്ഞു നിൽക്കുന്നു, മറിഞ്ഞു നിൽക്കുന്നു, എല്ലാം നിൽക്കുന്നു. പിന്നെ എനിക്ക് തന്നെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തുണ്ടായിരുന്നു. അങ്ങനെ അവസാനം സ്പ്രേ ഒക്കെ അടിച്ച് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. പിന്നെ സുക്രനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ ഫാഷൻ ഷോ ഒക്കെ നടത്തി, കുറേ പട്ടി ഷോ ഒക്കെ നടത്തി ഞാനിത് അവസാനിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും.